മറ്റുള്ള ഒരു ആളുകൾക്ക്, അതായത് ഒരു അച്ഛനമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഞാൻ എൻ്റെ കുടുംബം തകർന്നു, ഇവള് മൈൻഡ് റെഡിയല്ല. ഇവര് ഓരോ ദിവസം തോറും താളം തെറ്റിക്കൊണ്ടിരിക്കുക. എന്നാൽ കോളേജിലെ ഡോക്ടർ ഇവിടെ വന്ന് സംസാരിച്ച സമയത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഈ സ്റ്റേജിൽ എങ്ങനെ കൊണ്ടുപോകും? ഒരു വയസ്സായ കുട്ടിയില്ലേ? ഇതോ ആരോ അറിയുന്നുണ്ടോ? ഇവര് അങ്ങാടിയിൽ എന്തെങ്കിലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈയൊക്കെ അഭിവാദ്യം ചെയ്ത് മറ്റുള്ള ആളുകൾ ഇതിന്റെ ആൾക്കാരാണെന്നാണ് ചോദിക്കുന്നത്. ഇത് ഞങ്ങൾ പള്ളിയിൽ ഇന്നലെ വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. ആ സമയത്തൊക്കെ വെച്ചാൽ ഇവര് ചിരിച്ചും കാഞ്ഞ് എന്താ പറയുക, അതൊക്കെ കാണുന്നേരം ഞമ്മക്കുള്ള ഒരു മനസ്സുണ്ടല്ലോ, നമ്മൾ തകരുക ചെയ്യുന്നത്. ഇവന്റെ കയ്യിൽ നിന്നാണ് നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത്. എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? ഇത് ബാൻ ചെയ്ത മുതലാന്നുള്ള അറിയാവുന്നതാണ്, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷയം ഉണ്ട് എന്ന് അറിയുന്നതാണ്. നിയമത്തിന്റെ ഭാഗത്തുനിന്നൊന്നും ഇല്ലേ? അപ്പം സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്കൂടെ ജീവിക്കണ്ടേ? ഞങ്ങൾ പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ്. കുടുംബം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞ് കരഞ്ഞാ പോകുന്നത്. ഇവിടെ സ്റ്റേജിൽ നിന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നും കാഞ്ഞ് ഇവിടുന്ന് നമ്മളെ അവസ്ഥ കണ്ടും കാഞ്ഞ് കരഞ്ഞു പോവുക. ഫോൺ ചെയ്യുന്ന സമയത്ത് ചില ഫോൺ കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സങ്കടവും നമ്മൾ ഒരു കരച്ചിലും കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നുകൂടി എന്താകുക, വയലന്റ് ആകുക, കുട്ടീനെ നോക്കുന്നില്ല. ഇത് ഓരറിയുന്നുണ്ടോ? ഓരിപ്പോൾ പറയുന്നത് എന്താ, ഒന്ന് പോയി അതില്ല പ്രശ്നമല്ല, അങ്ങ് മയങ്ങിപ്പോവും അല്ലെ മാഞ്ഞു പോകുന്നു. അതല്ലല്ലോ, നമുക്കിതൊന്നും തീരാ ഒരു ദുഃഖമായിരുന്നു. നമ്മൾ ഇതിപ്പോൾ മറ്റുള്ള 3 കുട്ടികളുണ്ട്, അവരെ പോറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവള് ലെവലിൽ നിൽക്കണം, ഇവള് ലെവലാവുന്നുള്ള. എന്നാൽ ഡോക്ടർ എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണം എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യൂ? ഇനി ഇത് തുടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഒരാൾക്കും ഇത് വരാൻ പാടില്ല. ഇത് വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇതിന് എന്തായി കഴിഞ്ഞാലും ഒരു തുടർ നടപടി എന്നുള്ള കണ്ടീഷനിൽ മുതിർന്ന ആളുകളുണ്ട്, അവരെ നിയമത്തിന്റെ മുന്നിൽ എന്നാലേ ഇത് എന്ത് ചെയ്യും, നമ്മൾ തടയാൻ കഴിയും. അത്രമാത്രം എനിക്ക് പറയാനുള്ളത്.